നമ്മളിവിടെ ഒരു ഗേറ്റ് വെക്കാനുള്ള പരിപാടിയാണ്. ഗേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അടിക്കുറ്റിക്കുള്ള കുഴി കുത്തി വരുമ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. മതിലുമൊക്കെയുള്ള ലൈറ്റിന്റെ കണക്ഷനും ഒരു വെള്ളത്തിന്റെ ലൈനും നമുക്ക് അടിക്കുറ്റി വരുന്ന അതേ സ്ഥലത്തു കൂടിയാണ് പോയിട്ടുള്ളത്. കുഴി കുത്തിയ സമയത്ത് വെള്ളത്തിന്റെ ലൈനിന് ചെറിയ ഡാമേജ് പറ്റിയ കാരണം വെള്ളത്തിന്റെ ലൈനെ നമ്മളൊന്ന് മാറ്റി സ്ഥാപിക്കുകയാണ്. ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മുടെ അടിക്കുറ്റി വരുന്ന ഭാഗത്തുള്ളത് കൊണ്ട് തന്നെ ഗേറ്റും കുറ്റി ഒരുമിച്ച് കോൺക്രീറ്റ് ചെയ്യൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു പ്രശ്നം ക്ലയന്റിനെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ പരിഹരിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുഴിയിലുണ്ടതിന്റെ മരത്തിന്റെ വേരൊക്കെ എടുത്ത് രണ്ട് കുഴി നല്ല വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ മാറ്റി സ്ഥാപിച്ച PVC-ന്റെ ലൈനൊക്കെ മണ്ണിട്ട് മൂടി നമുക്ക് അടിക്കുറ്റി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം. അടിക്കുറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1.25 6mm ആംഗ്ലറും 6mm പ്ലേറ്റുമാണ്. ഗേറ്റ് കൂടാതെ അടിക്കുറ്റി മാത്രം കോൺക്രീറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണി ചെയ്യണത്. മതിലിന് ലൈറ്റ് കണക്ഷൻ ഇടുന്ന സമയത്ത് ഗേറ്റിന്റെ അടിക്കുറ്റി വരുന്ന ഭാഗത്ത് കൂടെയുള്ള ലൈൻ ഒന്ന് മാറ്റി പിടിച്ചാൽ ഇതുപോലുള്ള പ്രശ്നത്തിന് നമുക്ക് പരിഹാരമാവും. അപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ച അടിക്കുറ്റിക്ക് ലേശം അപ്പോക്സി പ്രൈമറൊക്കെ അടിച്ചിട്ട് അടിക്കുറ്റിക്കുള്ള കോൺക്രീറ്റിന്റെ പരിപാടി നോക്കാം. മുറ്റം കട്ട പതിക്കാനുള്ള ഒരു ഹൈറ്റ് കൂടി നോക്കിയിട്ടാണ് നമ്മൾ ഈ അടിക്കുറ്റി ഇവിടെ സെറ്റ് ചെയ്യുന്നത്. ഹിഞ്ചസ് രണ്ടും ഒരേ തൂക്കിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് തൂക്കട്ട വെച്ചിട്ട് തൂക്കൊന്ന് നോക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കുറ്റിന്റെ തൂക്കും ഹൈറ്റും ഒക്കെ കറക്റ്റ് ആയ സ്ഥിതിക്ക് നമുക്ക് കോൺക്രീറ്റ് ഇട്ട് തുടങ്ങാം. അപ്പോൾ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്നാമത്തെ കുറ്റിമെന്ന് രണ്ടാമത്തെ കുറ്റിക്കുള്ള വാട്ടർ ലെവൽ ചെക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ രണ്ട് കുറ്റിയും തമ്മിലുള്ള വാട്ടർ ലെവലൊക്കെ കറക്റ്റ് ചെയ്ത് രണ്ടാമത്തെ കുറ്റിക്കും കോൺക്രീറ്റ് ഒക്കെ ഇട്ട് കോൺക്രീറ്റ് ഒക്കെ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഗേറ്റുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്.